5 വർഷത്തേക്ക് ഞങ്ങളെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഷൊർണൂർ നഗരസഭയെ ഞങ്ങൾ ഇങ്ങെടുക്കട്ടെ എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഭരണം ഞങ്ങളെ ഏൽപ്പിക്കണമെന്നും വികസിത ഷൊർണൂർ നമുക്ക് വാർത്തെടുക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. BJP കുളപ്പുള്ളിയിൽ നടത്തിയ റോഡ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. മാറി മാറി ഭരിച്ച സർക്കാരുകൾ ഷൊർണൂരിന്റെ പല വികസനങ്ങളും ഇല്ലാതാക്കി. അതിന് ഒരു മാറ്റം വരണമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. നഗരസഭയിലെ 35 NDA സ്ഥാനാർത്ഥികൾക്കും വോട്ട് അഭ്യർത്ഥിച്ച് ശനിയാഴ്ച രാത്രി 6:30 കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ് മുതൽ SN ട്രസ്റ്റ് റോഡ് വരെയാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത്. പരിപാടിയിൽ വെച്ച് BJPയുടെ പ്രകടന പത്രിക പ്രകാശനവും നിർവഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് EP നന്ദകുമാർ, ജില്ലാ സെക്രട്ടറി K പ്രസാദ്, മണ്ഡലം അധ്യക്ഷൻ R രഞ്ജിത്ത്, ജില്ലാ ഉപാധ്യക്ഷൻ MT സതീഷ് കുമാർ, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ്, മണ്ഡലം സെക്രട്ടറി MK വിപിൻനാഥ്, N മനോജ്, ഹരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ ആകമാനം സഞ്ചരിച്ച് കാരണം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകർക്കും ഒരു എക്സിറ്റ് പോളിന് നിർവചിക്കാൻ കഴിയാത്ത ഒരു ഫലപ്രഖ്യാപനമാണ് കേരളത്തിലെ ജനങ്ങൾ അവരുടെ ഹൃദയത്തിൽ നല്ല അവലോകനത്തിനും നല്ല അനാലിസിസിന് ശേഷം അവരവരുടെ മനസ്സിൽ നിശ്ചയദാർഢ്യത്തോടെ ചില തീരുമാനങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് എൻ്റെ രാഷ്ട്രീയ കക്ഷിക്ക് കേരളത്തിൽ ഇത്തവണ ഒരുപക്ഷെ വളരെ ഇംപ്രസീവായിട്ട് വളരെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു മുന്നേറ്റം നടത്താനുള്ള അന്തരീക്ഷം സംജാതമായിട്ടുണ്ടെന്ന് തന്നെയാണ് ഒരു വലിയ ആത്മവിശ്വാസമാണ് പലർക്കും നൽകുന്നത്. കഴിഞ്ഞ തവണ നമുക്ക് ഷൊർണൂർ നഗരസഭയിൽ 9 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചു വന്ന് കൗൺസിലർമാരായിട്ട് നിങ്ങൾ സേവനത്തിന് നിങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി പ്രാപ്തി നേടി. ആകെ 35 വാർഡുകളിൽ കൗൺസിലുകളിൽ ഇത്തവണ 22 പേരെയെങ്കിലും ജയിപ്പിച്ച് ഈ നഗരസഭയുടെ ഭരണം ഭാരതീയ ജനതാ പാർട്ടി